ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആര്യ സ്റ്റോറീസ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും മറക്കരുത്. കഴിഞ്ഞ ദിവസം ഞാൻ ട്രാവൽ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം ടു എറണാകുളം വരുന്ന ഒരു വ്ളോഗായിരുന്നു. ഇന്ന് നമ്മൾ എറണാകുളത്ത് നമ്മുടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ സ്വന്തം വീടായ ട്രിവാൻഡ്രത്തോട്ട് പോവാണ്. അപ്പോൾ നമ്മളെല്ലാവരുടെ സങ്കടത്തോടെ ബായൊക്കെ പറഞ്ഞിട്ട് പോവാണ്. കാരണം ഒരാഴ്ചയായിട്ട് നമ്മളിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരുടെ ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി പോകുന്നത് നമ്മൾ എറണാകുളത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. ഇതാണ് കേട്ടോ മെട്രോ സ്റ്റേഷൻ്റെ ഉൾഭാഗം. ഞാനിതുവരെ മെട്രോയിൽ കയറിയിട്ടില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് പോവാണേ. അപ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് എടുക്കണം. പെർ ഹെഡിന് 80 റുപ്പീസാണ്. തൃപ്പൂണിത്തുറ ടു നമ്മൾ എറണാകുളം നോർത്ത് വരെ 80 റുപ്പീസാണ്. അപ്പോൾ എനിക്കും ചേട്ടനും കുഞ്ഞിക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ടിക്കറ്റ്. അടുത്ത് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. ബാഗൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താണ്ട് ഇവിടെ വെക്കണം. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് കിട്ടും. അതിന് ശേഷമാണ് നമുക്ക് വീണ്ടും ഫ്രണ്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതൊന്നും നേരിട്ട് കണ്ടിട്ടില്ല, ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മൾ പോയപ്പോൾ നമുക്കൊരു ബാഗേ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചു വന്നപ്പോൾ അടുത്ത് ഈ ഒരു സാധനം കൂടെ ഉണ്ട്. അത് നമ്മുടെ ചേച്ചിയുടെ വക ഗിഫ്റ്റാണ് കേട്ടോ കുഞ്ഞിക്ക്. അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്തിട്ട് നമ്മളിതാ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ടിക്കറ്റ് നമ്മുടെ ഇതായി പോകുന്ന വഴിക്ക് അവിടെ സ്കാൻ ചെയ്യണം. അവിടെ സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോഴേ ഈ സംഭവം ഡോറ് പോലെ 2 ചെറിയ ഇതുണ്ട് കേട്ടോ, അത് ഓപ്പൺ ആവുള്ളൂ. അങ്ങനെ നമ്മുടെ 3 പേരുടെ ടിക്കറ്റും സ്കാനൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ടിലോട്ട് പോവാണേ. ഇതുപോലെ തന്നെ നമ്മൾ അവിടെ പോയി ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലൊരു സ്റ്റേഷൻ്റെ അകത്തൂടെ ഇറങ്ങിയിട്ട് വേണം അവിടെയും നമ്മുടെ ഈ ടിക്കറ്റ് കാണിച്ചാൽ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി തുമ്പി കണ്ണാടി നോക്കിയിട്ട് തുമ്പി നല്ല ചിരിയായിരുന്നു. തുമ്പിയെ കണ്ടിട്ട് തുമ്പി നല്ല ചിരിയായിട്ട് കളിച്ചുണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ മെട്രോയിൽ കയറി ഗൈസ്. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ ഇങ്ങനെ പോയിട്ടില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഫോട്ടോയിലൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ പോയതാണ്. മെട്രോയിൽ കയറും നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ല സന്ധ്യസമയം ആയത് കാരണം എനിക്ക് പുറത്തുള്ള കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റിയില്ല. ശരിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പുറത്തൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ നമ്മളിതാ മെട്രോയിൽ നമ്മൾ എറണാകുളം നോർത്തിലെത്തിയിട്ടുണ്ടേ. ഇവിടെ നമ്മൾ ഇതുപോലെ ടിക്കറ്റ് അവിടെ ഒരു സ്ഥലത്ത് കാണിക്കണം. അപ്പോൾ ഇതുപോലെ നേരത്തെ കാണിച്ച പോലെ ഡോർ ഓപ്പൺ ആയാലേ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ വരെ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനും എത്തി. ചേട്ടൻ കുഞ്ഞിക്ക് തുടച്ചു കൊടുക്കുകയാണ്. കാരണം നമ്മൾ നല്ലോണം തളർന്നായിരുന്നു. കാരണം അവിടുന്ന് നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ മെട്രോയിൽ നോർത്തിലെത്തിയപ്പോൾ തന്നെ ഏകദേശം 7 മണിയായി. 7:20 അദ്ദേഹമായിരുന്നില്ല ടൈം. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് വന്നാലേ ഇങ്ങനെ എത്തുള്ളൂ. കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഓടിയാണ് നമ്മൾ ഇങ്ങനെ എത്തിയത്. അങ്ങനെ നമ്മൾ അവിടെ വന്നപ്പോൾ നല്ല തളർന്നു. അങ്ങനെ വെള്ളമൊക്കെ വാങ്ങി കുടിച്ച് അങ്ങനെ നമ്മൾ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം പോയാൽ പിന്നെ നമുക്ക് കിട്ടില്ലല്ലോ. വേറെ ട്രെയിനും പിന്നെ എല്ലാം തോന്നുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പെട്ടെന്ന് ഓടി വന്നു. അങ്ങനെ നമ്മൾ സ്റ്റേഷനൊക്കെ എത്തി. അപ്പോഴത്തേക്കും തുമ്പിയുടെ ഫസ്റ്റ് ട്രെയിനിൻ്റെ എക്സ്പീരിയൻസ്, ട്രെയിൻ കാഴ്ചയാണ് കേട്ടോ. അതുകൊണ്ട് ഇവരെ എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ തുമ്പി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പക്ഷെ ലാസ്റ്റ് വന്നിട്ടൊരു സൗണ്ട് കേൾക്കുന്നത് കാരണം അവൾ ജസ്റ്റ് ഒന്ന് പേടിച്ചു. അപ്പോൾ തന്നെ മാറി. എന്നാലും ആ സൗണ്ട് കേട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നേ. അങ്ങനെ എടുത്ത് കളിപ്പിച്ച് അവളുടെ കരച്ചിലൊക്കെ മാറി. ഓക്കെ, അവൾ പിന്നെ ഇനി കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇതുവരെ വന്ദേ ഭാരത് ഡയറക്റ്റ് നേരിട്ട് കണ്ടിട്ടുമില്ല, കയറിയിട്ടുമില്ല. അതും നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ ആ ഒരു മുഹൂർത്തം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എക്സൈറ്റ്മെൻറ്റോടുകൂടി. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ വന്ദേ ഭാരത് എത്തിയേ. വാവ്, എന്ത് രസമല്ലേ കാണാൻ. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഡയറക്റ്റ് കണ്ടിട്ടുമില്ല, കയറിയിട്ടുമില്ല. ശരിക്കും അടിപൊളിയായിരുന്നു. ആ കളറായാലും എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും പ്ലെയിനിൽ കയറാൻ ആഗ്രഹിക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നത് ട്രെയിനിൽ കയറാനാണ്. കാരണം പണ്ട് തൊട്ടേ ട്രെയിനിൽ കയറാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനൊരു 3-4 പ്രാവശ്യം ട്രെയിനിൽ കയറിയിട്ടുള്ളൂ. അപ്പം എനിക്ക് ട്രെയിനിൽ പോകാനായിട്ട് ഓൾറെഡി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതും കൂടെ കണ്ടപ്പോഴത്തേക്കും ശരിക്കും ഒരു പ്ലെയിനിൽ കയറുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നേ. അങ്ങനെ നമ്മളെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് കയറി ഇരുന്ന് സെറ്റായേ. നമ്മൾ 2 സീറ്റാണ് കേട്ടോ ബുക്ക് ചെയ്തത്. കുഞ്ഞിക്ക് സീറ്റ് വേണ്ട എന്ന് വെച്ചിട്ട് നമുക്ക് 2 പേർക്കും കൂടെ ബുക്ക് ചെയ്തേ ഉള്ളൂ. കുഞ്ഞിയെ മടിയിലിരുത്താലോ എന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലായി, കുഞ്ഞിക്ക് കൂടി ഒരു സീറ്റ് എടുക്കേണ്ടതായിരുന്നു എന്ന് മനസ്സിലായി. കാരണം എന്നാലേ അവർക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ വന്ദേ ഭാരതിൽ കയറിയ ഉടനെ തന്നെ കുഞ്ഞിക്ക് വിശപ്പ് തുടങ്ങിയായിരുന്നേ. അടുത്തിരുന്ന ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ടപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അവൾക്ക് വിശപ്പ് തുടങ്ങി. പിന്നെ
നമുക്കുള്ള ഫുഡ് നമ്മുടെ ചിക്കൻ ചേച്ചി നമുക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ചേച്ചി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേറെ ഫുഡൊന്നും വാങ്ങേണ്ടി വന്നില്ല. അപ്പോൾ നമ്മൾ കുഞ്ഞിക്ക് വിശക്കുമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിക്ക് നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ടോ. അങ്ങനെ നമ്മൾ കുഞ്ഞിക്ക് അതിനൊരു കേക്ക് വാങ്ങിക്കൊടുത്തത് കേക്കിലൊരു ബണ്ണായിരുന്നു. അതവർ കഴിച്ചില്ല. കാരണം അത് ഓൾറെഡി ഈ ബൺ ഐറ്റംസ് നമുക്ക് ഇഷ്ടമല്ല. മിഠായിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഈ ബൺ ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അത് ഞാനാണ് കഴിച്ചത്. അങ്ങനെ നമ്മൾ കുഞ്ഞ് ആഹാരമൊക്കെ കഴിച്ചിട്ട് വീണ്ടും ആക്റ്റീവൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കൂടെ വേറൊരു ബ്രദറും കൂടെ ഉണ്ടായിരുന്നു. ഒരു ചേട്ടൻ അവിടെ വെച്ച് വണ്ടിയിൽ വെച്ച് കണ്ടൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടനായിരുന്നു ആ സീറ്റിൽ ഉണ്ടായിരുന്നത്. കുഞ്ഞിരിക്കുന്ന സീറ്റിൽ ആ ചേട്ടനായിരുന്നു. അപ്പം ബാക്കിൽ സീറ്റ് ഉള്ളതുകൊണ്ട് ആ ചേട്ടൻ പിന്നെ അപ്പുറത്തോട്ട് പോയിരുന്നായിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് 3 പേർക്ക് കുറച്ച് സെറ്റായിട്ട് ഇരിക്കാമല്ലോ. അപ്പം ഇനി നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കും ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കും ഒരു സീറ്റ് എക്സ്ട്രാ എടുക്കണം. കാരണം കുഞ്ഞിക്കും കൂടെ ഇരിക്കാൻ പറ്റുന്ന എടുക്കാമെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ ആ ഫയലിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മടുപ്പോ സാധാരണ നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു വല്ലാത്തൊരു ഫീല് തോന്നും, ഒരു മുഷിപ്പ് അല്ലെങ്കിൽ ഒരു മടുപ്പൊക്കെ തോന്നും. പക്ഷേ വന്ദേ ഭാരതിൽ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ പെട്ടെന്ന് എത്തിയ ഒരു ഫീലായിരുന്നു. കറക്റ്റ് ഒരു 3-3.25 മണിക്കൂറിനകത്ത് നമ്മൾ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്ത് കേട്ടോ. നോർമൽ ട്രെയിനായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഒരു 6 മണിക്കൂറോളം എടുത്തേനെ, 5-6 മണിക്കൂറോളം എടുത്തേനെ ഇവിടെ എത്താനായിട്ട്. അതുപോലെ നമുക്ക് ഭയങ്കരമായിട്ട് മടുക്കുകയും ചെയ്തേനെ. പക്ഷേ ഇത് നമ്മൾ എത്തിയതറിഞ്ഞില്ല. നമ്മൾ ഫുഡ് പോലും സത്യം കഴിച്ചില്ല. കാരണം നമ്മൾ ആ AC ഇരുന്നപ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും ഒരു ഇത് തോന്നിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ ഇരുന്നിട്ട് ഫുഡൊന്നും കഴിച്ചില്ല. നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. നമ്മൾ ശരിക്കും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതുവരെ എന്താ പറയുക, നോർമൽ ട്രെയിനും ഈ വന്ദേ ഭാരത് നമ്മൾ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടും സുഖം വന്ദേ ഭാരതമാണ് എങ്ങനെ ഞാൻ പറയും. എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചിലർക്ക് AC ഒക്കെ പറ്റാത്തവർക്ക് വന്ദേ ഭാരത് സ്യൂട്ടാവില്ല. എന്നാലും അതിന് വലിയ നമുക്ക് എന്താ പറയുക, അങ്ങനെ ഒരുപാട് AC അങ്ങനെയൊന്നുമല്ല. നമുക്കെല്ലാം നോർമലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അവരെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫുഡിനും അതിൻ്റെ കൂടി ഓർഡർ കൊടുക്കാം. പക്ഷെ നമ്മൾ ഫുഡ് വീട്ടിൽ കൊണ്ടുവരേണ്ടതാണ്. ടിക്കറ്റ് എടുത്തപ്പോൾ ഫുഡിന് ഓർഡർ ചെയ്യില്ലായിരുന്നു. നമ്മൾ കൊണ്ടുവന്നത് കൊണ്ടാണ്. പിന്നെ അല്ലാതെ നമ്മൾ ഒരു കോഫിയും ചായയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എന്താണ് വേണമെന്നുള്ളത് അപ്പോൾ പറഞ്ഞാൽ അപ്പോൾ തന്നെ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ പിന്നെ അല്ലാതെ നേരത്തെ ഓർഡർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഫുഡ് എനിക്ക് തോന്നുന്നു നേരത്തെ ഓർഡർ ചെയ്യണമെന്ന് തോന്നുന്നു. ഈ കോഫി, ഈ സ്നാക്സ്, ആ വക ഐറ്റംസൊക്കെ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളപ്പോൾ പറഞ്ഞിട്ട് അവരപ്പോൾ തന്നെ കൊണ്ടുവരും. അങ്ങനെ തുമ്പി കുറച്ച് നേരം ട്രെയിനിൽ നിന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഉറങ്ങുന്നു, കളിക്കുന്നു, അങ്ങനെയൊക്കെ. വലിയ ബഹളവും അങ്ങനെ ഒന്നുമില്ല. പിന്നെ സംബന്ധിച്ച് ഒട്ടും ബഹളവും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെല്ലാം ഇതുമായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ്. അങ്ങനെ തലവേദന ഇട്ടപ്പോഴത്തേക്ക് എനിക്കൊരു കോഫി ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. കോഫിയുടെ കൂടെ അവർ കോംപ്ലിമെൻ്റ് ആയിട്ട് 2 ബിസ്ക്കറ്റും കൂടി തരുന്നുണ്ട്. മിക്കുന്ന ബിസ്ക്കറ്റാണ് കേട്ടോ. അത് ഒരു കോഫിക്കും കോംപ്ലിമെൻ്റ് അല്ല, കാശുണ്ട്. കാരണം ഒരു കോഫിക്കും ഈ ഒരു ബിസ്ക്കറ്റിനും കൂടിയിട്ട് 20 റുപ്പീസാണ് അവർ വാങ്ങുന്നത്. നല്ല കോഫിയായിരുന്നു. കളിച്ച് ഉല്ലസിച്ചിട്ട് ആർമാദിക്കുകയാണ്. ഒരു സീറ്റിൽ എക്സ്ട്രാ കിട്ടിയപ്പോഴത്തേക്കും പിന്നെ കുഞ്ഞു നല്ലോണം ആർമാദിക്കുകയാണ്. ഞാനൊരു കോഫി വാങ്ങിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ 2 കോഫിയും ഒരു ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 കോഫിക്കാണ് പറഞ്ഞത്. അപ്പം ഒരു കോഫി തീർന്നു പോയെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ചായയും അവർ 2 കോഫിയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അത് മാത്രം കുടിച്ചിട്ടാണ് ഞാനും ചേട്ടനും വരുന്നത്. പക്ഷേ വിശന്നില്ല, നമുക്കൊരു ക്ഷീണം തോന്നിയില്ല. അത് കാരണം തന്നെ ഞങ്ങൾ ഫുഡും കഴിച്ചില്ലായിരുന്നു. നമ്മൾ വീട്ടിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. ഒട്ടും നമ്മൾ മുഷിഞ്ഞില്ല കേട്ടോ. അങ്ങനത്തെ ഇതാണ് കേട്ടോ നമ്മുടെ വന്ദേ ഭാരതിൻ്റെ ഉൾഭാഗം. ഇങ്ങനെയാണ് കാണാൻ. ഫുള്ളും ആളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കുറച്ച് ലേറ്റായിട്ടാണ് എടുക്കുന്നത്. അപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ കുറേ പേരൊക്കെ ഇറങ്ങി കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതാണ് സീറ്റൊക്കെ ഇങ്ങനെ ബ്ലാങ്ക് ആയിരിക്കുന്നത്. ഫുള്ളും ആൾക്കാരുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ എത്താറായി കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ എത്തി. നമ്മൾ ചേട്ടൻ വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം വന്നത്. അപ്പം നമ്മൾ ചേട്ടൻ വണ്ടി റെയിൽവേ സ്റ്റേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയിൽ വീട്ടിലോട്ട് പോവുകയാണ്. സമയം ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.